അവിടെയാണ് പരിശീലനം. കാരണം എന്താ അറിയോ, ഈ അടുത്ത് കൊണ്ട് ചെയ്യിക്കുന്ന എന്തെന്നറിയോ, ഇപ്പോൾ പഠിച്ച ഒരാൾക്ക് ഇവിടുന്ന് എഴുതാൻ കൊള്ളില്ല. അവർ 30 മിനിറ്റ് ഞാൻ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യാം. ഇപ്പോൾ എന്താ ഇങ്ങനെ വിട്ട് കണ്ടോ. പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ ഈ വേട വംശത്തിൽപ്പെട്ട ആൾക്കാരാണ്, മുള്ളക്കുറുമൻ എന്ന് പറയും. അപ്പോൾ ആ വംശത്തിൽപ്പെട്ട അമ്പലയിൽ കൊച്ചങ്കോട് കോയിന്നാണ് എന്നെ അറിയപ്പെടുന്നത്. ഇപ്പോൾ പിന്നെ പല പേരിലുണ്ട്, ജോണാചാര്യ, ആചാര്യൻ, ആശാനൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ അത് ഞാൻ തലകി ചെന്ന് തോപ്പിക്കേണ്ടി തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ് ഈ പോറി മില്ലിൻ്റെ ഒരു മത്സരമല്ല പരിചയപ്പെടുത്തലുണ്ടായിരുന്നു. ഒന്ന് വരച്ചുകൊണ്ടാണ് ഇതൊക്കെ, പിന്നെ അതേപോലെ ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞ ഈ വിദ്യ പ്രതിഫലം ഇച്ഛിക്കാതെ കൊടുക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് വരികയാണ്. ഇപ്പോൾ ഒരു പരിചയമില്ലാത്ത ലോകത്തിനൊക്കെ വരികയാണ്. ഇപ്പോൾ ശിഷ്യന്മാരുണ്ട്. ഇപ്പോൾ അത് പറയാൻ പറ്റില്ല, കാരണം വിദേശത്തടക്കം ശിഷ്യന്മാരുണ്ട്. കാരണം എന്താ അറിയാം, ഒരു ശിഷ്യനാവണമെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ്? ഒരു ക്വാളിറ്റിയും വേണ്ട. എൻ്റെ അടുത്ത് വരിക, എനിക്ക് പഠിക്കണം എന്ന് പറയാം, ഞാൻ പഠിപ്പിച്ചു തരും. അത് ഒരു ദിവസം മെനക്കെട്ടാൽ മതി. പിന്നെ നമ്മൾ നിത്യാഭ്യാസി ആണെടുക്കുന്നതല്ല, നിന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിത്യ പ്രാക്ടീസ് ചെയ്താലേ നമുക്കതിൻ്റെ ഇത് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു വലിയ ലോകം ആദരിക്കുന്ന ഒരു കലയാണ്, മത്സരിക്കുന്ന കാര്യമാണ്. അത് സ്കൂളിലൊക്കെ പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ അമൃതാനന്ദമയി സ്കൂളിലേക്ക് ഞാൻ മാനന്തവാടി എല്ലാ ചൊവ്വാഴ്ചയും ക്ലാസ് എടുക്കാൻ പോകും. അവർ കഴിഞ്ഞ കൊല്ലം തുടങ്ങിയതാണ്. കാരണം വിദ്യകളൊക്കെ പഠിച്ചാൽ എന്താ അറിയോ, അവന് സ്വഭാവം നന്നാവും. ഇപ്പോൾ മനസ്സിന് അമ്പയത്ത്